ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സമയതയിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ദേ വാവനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വാവനെ ഉറക്കി കിടത്തിയതാണ്, പക്ഷെ ഇപ്പോൾ കണ്ണൊക്കെ തുറക്കുന്നുണ്ട് ചെറുതായിട്ട്. വാവനെ കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ അവർ ചെയ്യും. വാവനെ കുളിപ്പിക്കലൊക്കെ ഇവിടെ അമ്മേനെയും, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളെയും കുഞ്ഞിനെയും കുളിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ വാവയുടെ കുളി ഇന്ന് രാവിലെ കഴിഞ്ഞ് അടുത്തത് ഞാനാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ 14 ദിവസത്തേക്കാണ് വന്നത്. ഇന്ന് 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ കണ്ടതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം വന്നതിൽ നിന്നും കുറേ വ്യത്യാസം ഈ റൂമിന് വന്നിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. കാരണം നമ്മൾ കുട്ടികളും ഒക്കെ ആയിട്ട് വന്നതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതുപോലെ തന്നെയാണ് എല്ലാ റൂംസും, ഇതുപോലെ എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുകൂടാതെ ഒരു ടേബിൾ, ഒരു ചെയർ ഉണ്ട്. നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മുടെ റൂമിലെ ആള് കൂടുതലായി ഞാനുണ്ട്, ഷൈജാമ്മയുണ്ട്, പൗർണമിയുണ്ട്, പിന്നെ അതേ നമ്മുടെ കുണ്ണുമ്പാവതേ അവിടെ കിടപ്പുണ്ട്. ഇതൊന്ന് കാണാം. അപ്പം നമുക്കേ നമ്മുടെ സമയതയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പോൾ അതേ ഈ പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലമാണ് ഏത് സമേത ആയുർവേദിക്സ്. കോഴിക്കോട് ഉള്ളേരിയിലാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലുള്ളത്. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തും ഉണ്ട്. നമ്മൾ വന്നേക്കുന്നത് കോഴിക്കോട് ഉള്ളേരിയിലാണ്. തിരുവനന്തപുരത്ത് പുതുതായിട്ട് തുടങ്ങിയാണ്. അതെ അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ കേട്ടോ. നമ്മുടെ സമേതയുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സ്, മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സ്ട്രെച്ച് മാർക്ക് ഓയിൽ, ബേബിയുടെ ഹെയർ ഓയിൽ, പിന്നെ ബോഡി ഓയിൽ, അതുപോലെ ഹെയർ പാക്ക്, ബോഡി പാക്ക്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതന്നെ ചേച്ചിയാണ് കേട്ടോ. വേറെ ചേച്ചിമാരുണ്ട്, ഇപ്പോൾ ഈ ചേച്ചിനെ മാത്രമേ കിട്ടിയുള്ളൂ. ഞങ്ങൾ നാളെ പോകും. അതെ അതെ, പാറുട്ടിയുടെ ഫേവററ്റ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ, മുകളിലത്തെ നിലയാണ്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ കുളിപ്പിക്കുന്ന റൂം. ഇത് കുഞ്ഞാവകളെ കുളിപ്പിക്കുന്ന റൂമാണ്. കരച്ചിൽ കേൾക്കുന്നുണ്ടാവുമല്ലേ, ഓരോ കുഞ്ഞാവകളെ മാറി മാറി ഇവിടെ കുളിപ്പിക്കും. പിന്നെ ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള റോഡൊക്കെ കാണാം. മഴയൊക്കെ പെയ്യുമ്പോൾ അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ നോക്കാനായിട്ട്. അതുപോലെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വ്യൂവിൽ താഴേക്ക് നോക്കിയാൽ നമ്മുടെ കുഞ്ഞിക്കുളം കാണാൻ പറ്റും, നമ്മുടെ നടുക്കുള്ള മീനുകളുള്ള കുളം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്തത് ഇന്ന് വരുന്നത്, ഇന്ന് സ്റ്റീം വരുന്നുണ്ട്, ധാര വരുന്നുണ്ട്, ഫേഷ്യൽ വരുന്നുണ്ട്. പിന്നെ പാക്ക് നമ്മൾ ഞവരയുടെ പാക്കാണ് ഇന്ന് നമ്മുടെ ബോഡിയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രത്യേകതകൾ. അപ്പോൾ ഹെഡ് മസാജ് ചെയ്യുന്ന ആളുടെ പേരാണ് സൽമ. ഇപ്പുറത്തൊരാളെന്ന് ഇപ്പം അനുശ്രീ. 2 സുന്ദരിമാരാണ്, പക്ഷേ മുഖം കാണിക്കാൻ താല്പര്യമില്ല. ശബ്ദം കേൾപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പറയൂ, ഒരു ഹായ് പറയൂ. ഹായ് കേട്ടില്ലേ? അപ്പോൾ എനിക്ക് എല്ലാം ചെയ്തു തന്നത് ഇവർ 2 പേരും ഉണ്ടാവും. അപ്പോൾ ആ ചെയ്തു തന്നതിലുപരി നമുക്കൊരു അടുപ്പുണ്ട് മാനസികമായിട്ട്. നമുക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നതിലുപരി ഒരു മനുഷ്യത്വം അങ്ങനെയൊക്കെയാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് 2 പേരെയും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. അല്ല, ഇവിടെ വന്നെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമുക്ക് പോകുന്ന ഒരു ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഇത് വരും. ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ല, അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ. കാണുന്നുണ്ട്. അതെ. ഇപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ജസ്റ്റ് ഒരു അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മുടെ ബോഡി മസാജ് ചെയ്യുന്നത്, അപ്പം നമ്മൾ അത്രയും അവരായിട്ട് നമ്മളത്ര അറ്റാച്ച്ഡ് ആണ്. ചിലപ്പോൾ ഇവർക്കത് മനസ്സിലാവില്ല, പക്ഷെ നമ്മുടെ പേഷ്യൻസിന് വേറൊരു ലെവലാണ് നമ്മുടെ ഉള്ളിൽ ഇവർക്കുള്ളൊരിത്. അപ്പോൾ ഇനി കാണാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല 2 പേരെയും. കാരണം ഇനി ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയാൽ കാണാം. അടുത്ത പ്രസവത്തിൽ ഇനി അടുത്ത പ്രസവമില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യൽ എന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേഷ്യൽ ഓയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തരും. ഈ മസാജ് നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മഞ്ഞ കളറിലുള്ള ആ ഒരു സ്ക്രബ് ഇട്ടിട്ട് നന്നായിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യും. അതിനുശേഷം നമ്മൾ മുഖം സ്റ്റീം ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റീം ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുത്തില്ല. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ഹെഡ്സൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ എനിക്ക് വൈറ്റ് ഹെഡ്സ് നല്ലപോലെ
കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പാക്ക് ഇടും, നമ്മൾ മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു കിഴി കൊണ്ടിട്ടുള്ള കിഴി വെച്ചിട്ടുള്ള മസാജും കൂടി ഉണ്ട്. അപ്പോൾ സൗമ്യന നേരെ സ്റ്റീം ബാത്തിലോട്ട് കയറ്റിയിട്ടുണ്ട്. എത്ര സമയം? 20 മിനിറ്റ്, 20 മിനിറ്റ്സ്. ചൂടുണ്ടോ ഇപ്പോൾ ഉള്ളിൽ? ചൂടായി വരുന്നു. അപ്പോൾ നല്ല അസലായിട്ട് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അങ്ങനെ ഭയങ്കര ചൂടല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട്, നമ്മൾ ആവി പിടിക്കുന്ന. അത്രയും ചൂടുണ്ടാവുള്ളൂ. ഇത് നല്ലോണം കിട്ടണ്ടേ, ഈ തേച്ചേക്കണ സാധനങ്ങളൊക്കെ ബോഡിയിൽ കിട്ടണം, അതുപോലെ ബോഡിയിലെ നീർക്കെട്ടൊക്കെ മാറണം. അതാണ് എൻ്റെ ഉദ്ദേശം സ്റ്റീം ബാത്ത്. ഇത് പ്യുവർ നാച്ചുറലായിട്ടുള്ള സ്റ്റീം ബാത്താണ് കേട്ടോ. അതായത് പച്ചമരുന്നുകൾ കാര്യങ്ങളെല്ലാം ഇട്ട് ബോഡിക്ക് കൊടുക്കുന്നത് ആയുർവേദിക് സ്റ്റീം ബാത്ത്. ഇപ്പോൾ ഒരു തുള്ളി പോലും ആവി പുറത്തോട്ട് പോവില്ല, പുള്ളി തന്നെ ഫുള്ള് നിൽക്കും അല്ലേ. ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, ആയി വന്യത് ഫേസൊക്കെ നല്ലോണം വേർത്തിട്ടുണ്ട്. എനിക്കും അതെ, ഇവിടെ കയ്യിലിടുമ്പോൾ അറിയാം. സംഭവം കൊള്ളാമല്ലേ സ്റ്റീം ബാത്ത്? അടിപൊളിയല്ലേ? ഓക്കെ, അധികം സംസാരിക്കാൻ പറ്റില്ല കാരണം ഫേസ് പാക്ക് ഇട്ടേക്കണ കാരണം സംസാരിച്ചാൽ പിന്നെ അതിൻ്റെ ഇത് വരും ഫേസിൽ. അപ്പം മിണ്ടാണ്ട് 20 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം. 20 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഇതെല്ലാം ശരീരത്തിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. യെസ്, അതെ. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ശേഷം ഇനിയുള്ളത് ധാരയാണ്. അപ്പോൾ നമുക്ക് ധാര കാണാം. അപ്പോൾ ഇതാ ധാര തുടങ്ങി. ധാര എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് നമ്മുടെ ഈ ഒരു ഔഷധ കഷായ ധാരയാണ് എനിക്ക് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ തലയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ചെറിയ രീതിയിലൊരു മസാജും കൂടെ കിട്ടുന്നുണ്ട്. ഭയങ്കര റിലാക്സേഷനാണ് ഈ ധാര എന്ന് പറയുന്നത്. എന്തോ ഭയങ്കര ഒരു റിലീഫാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ധാര ചെയ്തപ്പോൾ. അതിനുശേഷം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഞവര പാക്കാണ്. ഞവര തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിസേറിയൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. നോർമലിനാണെങ്കിൽ കിഴിയായിരുന്നേനെ. തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഞവര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ദിവസം ഇട്ടിരുന്നത് വേറൊരു പാക്കാണ്. ലാസ്റ്റ് ഡേയിലാണ് ഞവര വരുന്നത്. അപ്പോൾ നല്ലൊരു തണുപ്പാണ് ഞവരയ്ക്ക് നമ്മുടെ ബോഡിയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനും പൗർണമിയും കൂടി ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് കാണിച്ചു തരാം. അപ്പോൾ അവളുടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് അവളോട് ചോദിക്കാം അല്ലേ പൗർണമി? ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങാടും ഇങ്ങാടും ഒക്കെ നടക്കും പതുക്കെ. മര്യാദ കയറ്, എന്താണ് ഇങ്ങനെ കയറണത്? അതെ, വ്ളോഗ് എടുക്കണ കാരണം പൗർണമി ഒന്ന് സ്ലോ മോഷൻ കളിക്കണ്. സ്ലോ മോഷനൊക്കെ ഞാൻ ഇട്ടോളാം. എങ്ങനെ ഉണ്ടായി അമ്മന ഇവിടെ കൊണ്ടുവന്നിട്ട്? എങ്ങനെയുണ്ട് മാറ്റം? മര്യാദക്ക് പറ. കൊള്ളാന്ന് മാത്രമാണോ പറയണത്? പിന്നെ കൊള്ളാം, പിന്നെ എന്താണ് ബാബാ ഇറങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാധാരണ എന്തെങ്കിലും പറയണുള്ള ബ്ലോഗിൽ ഒന്നും മിണ്ടാത്തത്. ഇറങ്ങ്. അപ്പോൾ ഇതാണ്ട നമ്മുടെ 2ാമത്തെ ഫ്ലോറ്. നേരത്തെ കണ്ടല്ലോ നിങ്ങൾ. ഞങ്ങളിപ്പോൾ നിൽക്കണത് എവിടെയാണ് നമ്മൾ നിൽക്കണത്? സമയത്തിൽ എവിടെയാണ് നിൽക്കണത്? കറക്റ്റ് ലൊക്കേഷൻ, കറക്റ്റ് സ്പോട്ട് എന്ത്? അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാടകം അല്ലേ? എന്താണ്? പ്രസവ രക്ഷ. രസോ? അപ്പൊ ഞങ്ങളുടെ കറക്റ്റ് സ്പോട്ട് ദേ മുകളിൽ നമ്മുടെ പൂളിന്റെ അടുത്ത് അല്ലേ? ദേ കണ്ട നമ്മുടെ പൂള് കണ്ട എൻ്റെ ഫോൺ ഇപ്പം നടത്തോട്ട് പോയി കഴിഞ്ഞാൽ മീനിയൊക്കെ തീറ്റയാവും. കണ്ട ഓക്കെ. അപ്പോൾ അമ്മ വരട്ടെ. അപ്പോൾ ഇത് കാണുന്നത് എൻ്റെ വയറ് കെട്ടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സിന് താഴെയാണ് വയറിലാണ് കെട്ടുന്നത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ്സിന് മീതെയാണ് കെട്ടുന്നത് കാണിക്കുന്നത്. നല്ല ടൈറ്റാക്കിയിട്ട് വയർ കെട്ടിത്തരും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വയർ നല്ലപോലെ ഒതുങ്ങി, ആ ഒരു ചാടിയ വയറൊക്കെ നല്ലപോലെ ഒതുങ്ങി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇവർ അതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ ഇങ്ങനെ കെട്ടിത്തരും കേട്ടോ. ഈ കെട്ടാനുള്ള തുണിയൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് തരുന്നത്. ഇത് നമ്മൾ വീട്ടിലേക്ക് പോരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ, നമുക്ക് ഇതുപോലെ തന്നെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കെട്ടിയാൽ നന്നായിട്ട് നമ്മുടെ വയർ ഒതുങ്ങി കിട്ടും. അപ്പോൾ എന്താണ് കഴിക്കണത്? ചോറ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഫുഡ് കഴിക്കണേണ്. അപ്പോൾ അതേ മത്തിക്കറി ഉണ്ട്.
പിന്നെ ചാളക്കറി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ചാള എന്ന് ചില നാട്ടിൽ മത്തി എന്ന് പറയും. പിന്നെ പല നാട്ടിലും പല പേര് പറയും. അതെ. അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങൾ എന്നൊക്കെ. ഫുഡിന്റെ കാര്യങ്ങൾ നമുക്ക് അതായത് പേഷ്യന്റ് അല്ല, ഡെലിവറി കഴിഞ്ഞ് വരുന്ന ആ പെൺകുട്ടിക്ക് 9 times ആണ് ഫുഡ് ഇവിടെ ഓരോ ദിവസവും. നമ്മൾ എന്നാണോ ഡിസ്ചാർജ് ആകുന്നത് അന്ന് വരെ 9 നേരം ഫുഡ് ഉണ്ട്. പിന്നെ കൂടെയുള്ള ബൈസ്റ്റാൻഡർക്കും 4 നേരം ഫുഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ രീതികൾ. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ജ്യൂസ്, ഓട്സ് സാധനങ്ങളൊക്കെ വരും. കഞ്ഞി അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ പറഞ്ഞ 9 നേരമായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഫുഡിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ 9 നേരം ഉള്ള ഫുഡ് എങ്ങനെയാണെന്നുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇടും വീഡിയോ. അത് നമ്മളെന്തായാലും ഷോർട്സ് ആയിട്ടും റീലായിട്ടും വരും കേട്ടോ. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഓക്കെ, അപ്പോൾ ആ കഴിച്ചോ. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. ഫ്ലാപ്പ് അടിച്ചോ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ പാക്കിംഗ് ആയിരുന്നു. വിഷ്ണും അമ്മയൊക്കെ പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കാറിലൊക്കെ കൊണ്ടുവച്ച് സമയം പോയി രാത്രിയായി. അതെ. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ച് പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയത്തിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചൊരു ഡൗട്ട് എന്ന് വെച്ചാൽ എത്ര ദിവസത്തിനുള്ളിലാണ് ഇങ്ങനത്തെ ഒരു പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് C-section നോർമൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം അതിലുണ്ടാവും. 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണെന്നാണ് ഡോക്ടർ പറഞ്ഞു തന്നതാണ് എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അതായത് പ്രസവം കഴിഞ്ഞിട്ട് 45 ദിവസത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ C-section കഴിഞ്ഞവർക്കാണെങ്കിൽ അവരുടെ മുറിവ് നന്നായിട്ട് ഹീലായതിനു ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം ആ ഡെലിവറി കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നതും അതിനുശേഷം ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ എപ്പോഴാണെങ്കിലും നമ്മൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളുടെ അടുത്ത് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഡെലിവറിക്ക് ശേഷം എടുക്കേണ്ടതുണ്ടോ, എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഡെലിവറി കഴിഞ്ഞ് എല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും റിലാക്സ് ആവാനും ആ പഴയൊരു ഇതിലേക്ക് പോകാനും ഇത് മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ പിന്നെ നമ്മളുടെ അടുത്ത് ചോദിച്ചത് എത്ര ദിവസമാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമുക്ക് എത്ര ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വേണം. അതുപോലെ നമ്മളിവിടെ വരുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് പറയും നമ്മുടെ ബോഡിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട്. അത് നമുക്ക് ഇതുപോലെ ബാക്ക് പെയിൻ ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. അതൊക്കെ ഡോക്ടേഴ്സിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ സമയത്ത് തന്നെ 10 ദിവസത്തേക്ക് വന്നവരുണ്ട്, 14 ദിവസത്തേക്ക് വന്നവരുണ്ട്, 16 ഞാൻ കണ്ടു, 21 ദിവസത്തേക്ക് വന്നവരുണ്ട്. കാരണം അവരുടെ ശരീരം അതിനനുസരിച്ച് പ്രശ്നങ്ങളുള്ളവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ദിവസം കൂടുതലെടുത്തു. പിന്നെ കുറച്ചും കൂടി ദിവസം കൂടുതലെടുത്താൽ നന്നാവുമെന്ന് വിചാരിച്ച് എടുത്തവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചവരുണ്ട്, ക്യാഷ് എത്രയാണെന്ന്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ചും നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് നമ്മൾ സമയതയുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് തീരാൻ കേട്ടോ. നമുക്ക് ഉറങ്ങാൻ പോവാ. പാറു ഫുഡ് കഴിച്ചാ? എന്താ കഴിച്ചത്? ചപ്പാത്തി. അപ്പോൾ ഗുഡ് നൈറ്റ് പറ. അപ്പോൾ ഓക്കെ. അപ്പോൾ റൂമിൽ വാവ കരയുന്നുണ്ട് കേട്ടോ. അമ്മനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, വാവൻ എന്തായാലും നോക്കട്ടെ.